ക്രിക്കറ്റ് ഒരു മതമായി വാഴ്ത്തപ്പെട്ട ഭാരതത്തില് അങ്ങ് താഴെ കേരളത്തിൽ അവിടുത്തെ ജനങ്ങളെ രണ്ട് ധ്രുവങ്ങൾ എന്ന പോലെ വേർതിരിച്ച മറ്റൊരു കായികമുണ്ട്. പെലെയും മറഡോണയും റൊണാൾഡോയും മെസ്സിയും എന്നിങ്ങനെ തലമുറകളെ അക്ഷമരായി ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ കായിക പ്രതിഭകൾ അവതരിച്ച ഫുട്ബോൾ. 2000-ന്റെ തുടക്കത്തിൽ കേരളക്കരയെ ഒന്നടക്കം പിടിച്ചിരുത്തിയ ഫുട്ബോൾ വേൾഡ് കപ്പിൽ ദേശവികാരങ്ങൾ പോലും മാറ്റിവെച്ച് ഭൂഗോളത്തിന്റെ മറുഭാഗത്തിരിക്കുന്ന പല രാജ്യങ്ങളെയും കേരളീയർ ഏറ്റെടുത്തപ്പോൾ ഉയർന്നു കേട്ട രണ്ട് പേരുകളുണ്ട്: അർജന്റീനയും ബ്രസീലും. പിന്നീട് തമ്മിൽ കേമനാരെന്ന ചോദ്യത്തിന് 2002-ൽ സാക്ഷാൽ ജർമ്മനിയെയും വീഴ്ത്തി ഉയർത്തിപ്പിടിച്ച ലോകകപ്പ് ഉത്തരമായി ചൂണ്ടിക്കാണിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബ്രസീലിയൻ ടീം അജയ്യരായി മാറി. ഊഹിക്കാൻ കഴിയുമോ റൊണാൾഡിനോയെപ്പോലൊരു പ്ലെയർ ഒരു ടീമിന്റെ തേർഡ് ബെസ്റ്റ് പ്ലെയർ ആയിരിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തെ? ഊഹിക്കാൻ കഴിയുമോ അതേ ടീമിൽ കക്ക ഫസ്റ്റ് 11-ൽ പോലും ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ? അതെ, ചരിത്ര പുസ്തകങ്ങളിൽ സ്വർണ്ണ ലിപികൾ കൊണ്ട് രചിക്കപ്പെട്ടൊരു ടീം. റിവാൾഡോയും റൊണാൾഡോയും ഡീഞ്ഞോയും കഫുവും കാർലോസും ഒക്കെ അണിനിരുന്ന ഒരു ബ്രഹ്മാണ്ഡ നിര. 2002 ബ്രസീലിയൻ ടീം. 1994-ൽ അമേരിക്കൻ മണ്ണിൽ ബെബറ്റോയും റൊമാരിയോയും നടത്തിയ അശ്വമേധത്തിനു ശേഷം മറ്റൊരു തലമുറയെ കൂടി കാൽപന്തിനെ പ്രണയിക്കാൻ പഠിപ്പിച്ചൊരു വേൾഡ് കപ്പ് കൂടിയായിരുന്നു 2002 ഫുട്ബോൾ വേൾഡ് കപ്പ്. 98-ൽ ഫ്രഞ്ച് പടയ്ക്ക് മുൻപിൽ ഫൈനലിലേറ്റ തോൽവിയുടെ നീറ്റലുമായാണ് 2002-ൽ ബ്രസീലിയൻ ടീം എത്തിയത്. 98-ൽ ടീമിന്റെ നട്ടലായി നിലകൊണ്ട റൊണാൾഡോയെ പരിക്ക് വേട്ടയാടിയിരുന്ന ആ നാളുകളിൽ കാനറിപ്പടിയുടെ കരുത്തിനെയും ക്ഷമതയെയും പലരും സംശയിച്ചു. പക്ഷേ ഫിലിപ്പി സ്കൊളാരിയുടെ ശിക്ഷണത്തിൽ പുറത്തുവന്ന കാനറിപ്പടയിൽ റിവാൾഡോയുടെയും കഫുവിന്റെയും കാർലോസിന്റെയും ഡീഞ്ഞോയുടെയും ഒപ്പം റൊണാൾഡോയും പന്ത് തട്ടുമെന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി എതിർ ടീമുകൾ ഓരോന്നായി ഭയന്നു വിറച്ചു. ആ ലൈനപ്പിന് മുൻപിൽ ദിദയോടൊപ്പം മാർക്കോസും റൊജേറിയയും അണിനിരുന്ന ഒരു ഗോൾ കീപ്പിംഗ് നിര. ക്യാപ്റ്റൻ ബാൻ അണിഞ്ഞ കഫുവിനോടൊപ്പം ലൂസിയോയും പോൾഗയും ജൂനിയറും എഡ്മിൽസണും ജൂലിയാനോയും സാക്ഷാൽ റോബർട്ടോ കാർലോസും അണിനിരുന്ന ഒരു പ്രതിരോധ നിര. റിവാൾഡോയും റിക്കാർഡിനോയും ഗിൽബർട്ടോ സിൽവയും കക്കയും ക്ലബേഴ്സണും സാക്ഷാൽ ഡീഞ്ഞോയും ഒക്കെ അണിനിരുന്ന ഒരു മിഡ്ഫീൽഡിംഗ് നിര. റൊണാൾഡോ നസാരിയോയും ഡെനിൽസണും ലൂസിയോയും റൊണാൾഡീഞ്ഞോയും ഒക്കെ അണിനിരുന്ന എന്തിനേയും ഭേദിക്കാൻ കേൾപ്പുള്ള ഒരു മുന്നേറ്റ നിര. എതിരെ നിൽക്കുന്നത് ഏത് ടീമാണെങ്കിലും തങ്ങൾ ഓരോരുത്തരുടെയും പേരൊന്നുകൊണ്ട് തന്നെ മരണമണി മുഴക്കാൻ കേൾപ്പുള്ളതാക്കി മാറ്റിയ ആ പടയ്ക്ക് ആ വേൾഡ് കപ്പിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യം. ടീമുകളും കായിക താരങ്ങളും ഇനിയും വന്നു പോകുമായിരിക്കും. പക്ഷേ 2002-ൽ അണിനിരുന്ന ആ ബ്രസീലിയൻ സ്ക്വാഡിന്റെ തട്ട് അത് താണു തന്നെയിരിക്കും.